ഹലോ ഫ്രണ്ട്സ്, എല്ലാം കൂടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് ഇതണ്ട ഒരു തോക്കട്ടത് കണ്ട ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് നമുക്ക് ചാനൽ ശരി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഉണ്ടാക്കാനൊരു പേപ്പർ വേണം. അതിൻ്റെ ആ പേപ്പർ ഇങ്ങനെ റോളാക്കി എടുക്കണം. ഇങ്ങനെ റോളാക്കി എടുക്കണം. അതുകൊണ്ട് ഈ റോളിനകത്ത് കയറാൻ പാകത്തിനുള്ള ഒരു ചെറിയ റോൾ ഉണ്ടാക്കി എടുക്കണം കേട്ടോ. ഇങ്ങനെ സ്മൂത്തായിട്ട് കയറാനും ഇറങ്ങാനും പാകത്തിനുള്ളൊരു റോൾ ഉണ്ടാക്കി എടുക്കണം പേപ്പറിൻ്റെ. എന്നിട്ട് ആ റോളിൻ്റെ ബാക്ക് വശം ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് മടക്കി ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഒരു ടൂത്ത് പിക്ക് കയറ്റിയിട്ട് ഫെവിക്വിക്ക് എന്തെങ്കിലും വെച്ച് ഇവിടെ ഒട്ടിക്കുക. ഇങ്ങനെ കണ്ടോ, അതിങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് വേറെ പേപ്പർ എടുക്കുക. എന്നിട്ട് വേറെ റോൾ എടുക്കുക. എന്നിട്ട് ആ റോള് മുമ്പുണ്ടാക്കിയ റോളില്ല, അത് നോക്കി ഇതിങ്ങനെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. കാരണം ഇങ്ങനെയായിട്ട് അത് വർക്ക് ചെയ്യണേ ഇങ്ങനെ. അതിൻ്റെ വേറെ റോൾ ഇങ്ങനെ എടുക്കുക. അത് നമ്മുടെ വിരലിൻ്റെ ഉള്ളിൽ കയറാം. ഇത് ഫിംഗർ കണ്ണാട്ടോ, അതുകൊണ്ടാട്ടോ അത് വിരലിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുന്ന സംഭവമായിട്ടത്. അത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി സംഭവമില്ല, അത് അതിൻ്റെ ഇത് ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് ഒട്ടിക്കുക. ഈ ഫ്ലെക്സ് ക്യൂക്ക് വെച്ചാണ് ഞാൻ ഒട്ടിക്കണേ. അവിടെ ഇങ്ങനെയാണ് ഒട്ടിച്ചെടുക്കുക. ഇതാണ് നമ്മൾ തോക്കിൻ്റെ ഷേപ്പ്. എന്നിട്ട് ഈ സംഭവമില്ല, ടൂത്ത് പിക്ക് വെച്ച സാധനം അത് നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കിച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് ഇറക്കിച്ച് കൊടുക്കുക. എന്നിട്ട് റബ്ബർ ബാൻഡ് എടുക്കുക. എന്നിട്ട് ഇത് ഇതിൽ കൂടെ ഇട്ടിട്ട് നേരെ ആ ടൂത്ത് പിക്കുമ്പോൾ ഇങ്ങനെ കൊളുത്തി വയ്ക്കുക. ഇങ്ങനെ അങ്ങോട്ട് കൊളുത്തി വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ വലിച്ചു വയ്ക്കുക. എന്നിട്ട് അതും പിടിച്ച് ഞെക്കുക. ഇത് പിടിച്ച് പൊക്കിയ കേട്ടോ. അത് ചെറുതായിട്ട് ജാമായിട്ട് ഇരിക്കണം, അതുകൊണ്ടാണ് ഇങ്ങനെ പോകാത്ത. ആ ഫെവിക്വിക്ക് വെച്ചിട്ട് കൂടിപ്പോയതാണ് കേട്ടോ. ഇങ്ങനെ പോകും, അതൊന്ന് ചെത്തിക്കളഞ്ഞ. ആ ഫെവിക്വിക്ക് വെച്ചിട്ട് കൂടിയതാണ്. അതിൻ്റെ ബുള്ളറ്റിന് വേണ്ടി നമ്മൾ പേപ്പർ റോളാക്കി എടുത്ത് തന്നിട്ടത്. അപ്പോൾ നമ്മുടെ തോക്കിൻ്റെ പരിപാടി എത്തുള്ളൂ. ഒരു ബുള്ളറ്റ് എടുത്ത് മുകളിലേക്ക് കൂടെ ഇടാം. എന്നിട്ട് ഇത് വലിച്ച് ഇങ്ങനെ ലോഡ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ വിരലിട്ടിട്ട് ഇത് പിടിച്ച് പൊക്കിയായിട്ടാ. ഈ വിരൽ ഇതൊന്ന് നീക്കി വെച്ചാൽ മതി ചെറുതായിട്ട്. കണ്ട ഇങ്ങനെ ബുള്ളറ്റ് കേട്ടോ. വീണ്ടും ബുള്ളറ്റ് ഇടാം. എന്നിട്ട് ഇത് പിടിച്ച് പൊക്കാം. കണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോർഡുണ്ട് കേട്ടോ. ഇത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സംഭവം കേട്ടോ അത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കാണാം.